അത്ഭുതം അനുഭവിച്ചാട്ട് റീബാലകടകക്ഷല ആ ഇന്നുവരെ കാണാത്ത നിലവാരത്തിൽ ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകൾ മഞ്ഞുമഴ ആമ പെയ്യുകയില്ല. അവ എന്ന ദൈവത്തിന്റെ വാക്ക് ആമ ഏലിയാവിന്റെ നാവിൽ കൂടി വന്നപ്പോൾ അത് എപ്പോഴും സംഭവിച്ചതുപോലെ ഈ ഉപവാസത്തിന്റെ 6ാമത്തെ പകൽ ആമ നിങ്ങൾ പറയുന്നത് തന്നെ നടക്കാൻ പോകുന്നു. നിങ്ങൾ പറയുന്നത് നടക്കാൻ പോകുന്നു. നിങ്ങൾ നടക്കാൻ പോകുന്നു. ഈ ഡിവേശ കേൾക്കുന്ന ദൈവമക്കൾ ആത്മാവ് പറയണം, അവൻ ഞാൻ പറഞ്ഞിട്ടല്ലാതെ ആമ ഇവിടെ കാര്യം മറ്റു നടക്കത്തില്ല. അത്രമാത്രം അധികാരത്തിന്റെ ശബ്ദം ദൈവം എന്റെ നാവിനകം തന്ന് എന്നെ വ്യത്യസ്തമാക്കി മാറ്റുകയാണ്. കുറെ നാളുകളായിട്ട് ആ ദേശത്തിന്റെ വലയ്ക്കുന്നു, ദേശത്തിന്റെ കുരുക്കുന്നു, ദേശത്തിന്റെ കരയിപ്പിക്കുന്നു, ദേശത്തിന്റെ വ്യാകുലപ്പെടുത്തുന്നു. അതിന് ഇന്ന് രാവിലെ ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഒരു ശമനം തരുന്നു, ഒരു അറുതി വരുത്തുന്നു. ദൈവം വിശ്വസ്തന ദൈവമാണ്. ഏൽപ്പിച്ചോ, ഈ സമയത്ത് ഒരു അത്ഭുതത്തിന്റെ സമയമാണ്. ഈ സമയത്ത് പ്രാർത്ഥനയ്ക്ക് മറുപടിയാണ്. ഈ വിദൂരനിക്ക് ദൈവമക്കളുടെ മേല്, വിദേശികനിക്ക് തലമുറകളുടെ മേല് ഇന്ന് പകൽ ഒരു അത്ഭുതത്തിന്റെ കരം ദൈവം അയച്ച് ഒരു വ്യത്യസ്തമായ വിടുതലുകൾ അനുഭവിച്ചാട്ടെ. അവിടുന്ന് അനുഭവിച്ചാട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാന്റെ നാമത്തിൽ ആ വിടുതൽ ഇന്ന് രാവിലെ വെളിപ്പെടുകയാണ്. ഇനി കരയത്തില്ല, ഇനി കരയിപ്പിക്കത്തില്ല ആരും. ഇനി വ്യാകുലപ്പെടുത്തി താഴ്ത്തി കെട്ടുകയില്ല. ഇനി ദുഃഖിപ്പിക്കില്ല, ഇനി വേദനിപ്പിക്കില്ല. അഥവാ ദുഃഖിപ്പിക്കാൻ വന്നവര് പോലെ രക്ഷിക്കത്തക്കവണ്ണം ഒരു അടയാളത്തോടെ വിടുതൽ ദൈവാത്മാ കൃപ വെളിപ്പെടുന്നു. എല്ലാ ഭയത്തിന്റെ ആത്മാവിനെ ദൈവം ശാസിക്കുന്നു. എല്ലാ ഭയത്തിന്റെ ആത്മാവിനെ 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 ശാസിക്കുന്നു. അമ്മാവെ നീ പരാജയപ്പെടില്ല. ആമെ കുഞ്ഞ നീ പരാജയപ്പെടില്ല. ആന്റി നീ നീ പരാജയപ്പെടത്തില്ല. നിന്റെ ദിവസമാണ്, നിന്റെ അത്ഭുത ദിവസമാണ്, നിന്റെ മറുപടി ദിവസമാണ്, നിന്റെ സന്തോഷ ദിവസമാണ്, നീ അനുഗ്രഹം പ്രാപ്ത ദിവസമാണ്. നീ കരയുന്നത് ദുഃഖത്തിന്റെ കരച്ചിലല്ലോ, നീ കരയുന്നത് ആനന്ദത്തിന്റെ കരച്ചിലുകൾ. കണ്ണു പറയത്തക്കവണ്ണ ദൈവം അടയാളത്തോടെ അത്ഭുത വ്യത്യാസം ഇന്ന് ദൈവം ചെയ്യുന്നു. വെളിച്ചത്തെ ഇരുളത്തെ വേദനിച്ചാട്ടെ. വെളിച്ചത്തിന്റെ ആത്മാവിനെ ഇരുളിന്റെ ആത്മാവിനെ വേദനിക്കട്ടെ. അധികാരത്തെ നാവിന്റെ അധികാരത്തോടെ നാവ് ഉപയോഗിച്ചാട്ടെ. എന്റെ നാവ് സമർത്ഥന ലേഖനം എഴുത്തുപോലാകുന്നു. ആ നാവ് ഉപയോഗിച്ചാട്ടെ. ആ നാവ് ഉപയോഗിച്ച് പറയാം, ഇന്ന് എന്റെ ജീവിത ദിവസമാണ്. 7ാം ദിവസം, ഈ 2ാം മാസം 7ാം ദിവസം എന്റെ വിടുന്ന ദിവസമാണ്. എന്റെ കുടുംബത്തിന്റെ വിടുന്ന ദിവസമാണ്. എന്റെ ശുശ്രൂഷ വിടുന്ന ദിവസമാണ്. എന്റെ കുടുംബത്തിന്റെ വിടുന്ന ദിവസമാണ്. എന്റെ കുഞ്ഞുങ്ങളുടെ ദിവസമാണ്. വിടുന്നുണ്ട് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആ വിടുതൽ ദൈവജനം ഏറ്റെടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കൃപ.